സാമി വന്നിട്ടുണ്ട്. സാമിയുടെ അയ്യോ സാമിനെ തരുന്ന് വിളിക്കൂല. ഹലോ സാമി, സോറി സാമി, ഞാൻ ഇവിടെ വിളിച്ചേട്ടോ. സുഖാണോ? കുറച്ചു ദിവസമായി കണ്ടിട്ട്. നമ്മള് അവസാനം കണ്ടപ്പോ കാര്യങ്ങള് കുറച്ച് റഫായി പോയി. ഞാൻ ആദ്യമായിട്ട് സിറ്റിയിൽ കയറുന്നതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ. പറഞ്ഞോ. നമ്മുടെ ജീവിതത്തിൽ ഒന്നും ആഗ്രഹിക്കാതെ അല്ലെങ്കിൽ ഒരാൾ നമ്മളടുത്ത് ഇങ്ങനെ പെരുമാറണമെന്ന് വിചാരിക്കാതിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഞാൻ ചിട്ടി കിട്ടിയത്. അപ്പൊ നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും നിങ്ങൾ എല്ലാരും എന്റെ കുട്ടികളാണ്. വിഷയമുള്ള കാര്യമൊന്നുമില്ല. കാര്യം എല്ലാരും നമ്മുടെ പിള്ളേരാ. അത്രേ ഉള്ളൂ. എങ്ങനെ പോകുന്നു സാമി? ചോദിച്ചോളൂ. സാമി പ്രണയിച്ചിട്ടുണ്ടോ? അല്ല, ജീവിതത്തിൽ ഒരിക്കലും പ്രണയിക്കാത്ത ഒരാൾക്ക് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ. സാധാരണ നമ്മൾ പറയും ദർശനേ പുണ്യം സ്പർശനേ പാപം. സ്വാമിമാരെ സംബന്ധിച്ചിടത്തോളം ദർശനേ പാപം, സ്പർശനേ അതിപാപം. ഞാനൊരു ബ്രഹ്മചാരിയാണ്. അത് കണ്ട അണ്ണാമ്പണ്ണികൾക്കും മരപ്പട്ടികൾക്കും അങ്ങനെ പറയാം. കേട്ടില്ല? സംഗമം. നിനക്ക് സംഗമിക്കാൻ ഒരു കുട്ടീനെ സെറ്റാക്കി തന്നിട്ടാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം പോയത്. നീ സംഗമിച്ചോ? സാമി സംഗമിക്കാനില്ല. ശരിക്കും ചോദിക്കട്ടെ, സാമി എപ്പോഴാ ലാസ്റ്റ് സംഗമിച്ച? തൊപ്പി എന്റെ വിശ്വരൂപം കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് കണ്ടിട്ടുണ്ട്. ഞാൻ സംഗമിക്കാനാണ് ഷമീറ. ഞാൻ നിന്നെ കുറച്ച് മുമ്പ് വെറുതെ വിട്ട്, നിന്നെ ഇനി വെറുതെ വിട്ടാ ശരിയാ. ഒരു കാര്യത്തിന് പോവാണ് സ്വാമി. 12:30 നമ്മുടെ വള്ളടിയും പരിപാടിയെല്ലാം നടത്തണ്ടേ? വള്ളടി ഇത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ പാർട്ടി ഇത് കഴിഞ്ഞിട്ട് വളരെ നല്ല രീതിയില് ശക്തിയില് പേര് കേട്ട ഒരു കുടുംബമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് തന്റെ കുടുംബം. പക്ഷെ അതിനകത്ത് കുറച്ച് കീടാണുക്കളുണ്ട്. കുടുംബത്തിൽ തന്നെ ഉണ്ടോ? കുടുംബത്തിലല്ല, പിന്നെ പുറത്തായിരിക്കൂലേ? അതെ, കുടുംബത്തിനെ ലാക്കാക്കി കുറെ കീടാണുക്കളുണ്ട് ചുറ്റും. അത് ശ്രദ്ധിച്ചാൽ തനിക്ക് കൊള്ളാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ? ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാള് ഈ മറ്റേ മാങ്ങയുള്ള മാവിലല്ലേ കല്ലെറിയുള്ളൂ. അപ്പൊ ആരാണ് കല്ലെറിയുന്നെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. എന്തായാലും തൊപ്പിക്കാരാ, വന്നതും നിന്നതും കണ്ടതും എല്ലാം സ്വന്തമാക്കട്ടെ. നന്നായി വരട്ടെ. നമുക്ക് വാർന്നു പോയാലോ?